വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദേവാലയ ശുദ്ധീകരണം. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രിയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവന്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. ദൈവജനത്തിന്റെ പ്രവാചക ദൗത്യം. ദൈവത്തിന്റെ ഇഷ്ടം അത് മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് തന്റെ ജീവിതത്തിന്റെ ധർമ്മം തന്നെ എന്ന് പല അവസരങ്ങളിലും വ്യക്തമാക്കിയ യേശു ദേവാലയം ദൈവത്തിന് അനിഷ്ടകരമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു കണ്ടപ്പോ എടുത്ത കർശനമായ നിലപാടുകളുടെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷം ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദേവാലയം ഒരു ചന്ത എന്ന രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് കാണാൻ ഇടവന്നപ്പോ വളരെയേറെ കുണ്ഠിതവും അതിലേറെ ധർമ്മരോഷവും ആണ് യേശുവിന് അനുഭവപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ നടപടികൾ യേശു എടുക്കാൻ ഇടവരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് അറിയാവുന്നിടത്തോളം അവസാനമായിട്ടും യേശു ചാട്ടിയെടുക്കുന്ന രംഗം ഇവിടെയാണ്. ഈ തരത്തിൽ ദേവാലയവും ദേവാലയ പരിസരങ്ങളും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തി യേശു ചാട്ട കൊണ്ട് അടിച്ച് ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നു. എന്നാൽ അതേസമയം തന്നെ വെറും പാവകളായിട്ട് ചട്ടുകങ്ങളായിട്ട് പെരുമാറാൻ ഇടവരുന്ന യാഥാർത്ഥ്യങ്ങളും നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കാത്ത പാവങ്ങളെ സംബന്ധിച്ച് യേശു അല്പം മൃദുലമായ നിലപാടെടുക്കുന്നതായിട്ടും ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. അവരെ അടിക്കുന്നതായിട്ട് കാണുന്നില്ല. ശക്തമായ നിലപാടുകൾ യേശു ജീവിതത്തിൽ എടുക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായ ഒരു സന്ദേശം എക്കാലത്തുമുള്ള ദൈവജനത്തിന് യേശു നൽകുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. പരിശുദ്ധമായ സ്ഥലങ്ങള്, പരിശുദ്ധമായിട്ടുള്ള വസ്തുക്കള്, വിശുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങള് അവയ്ക്ക് അനുയോജ്യമല്ലാത്ത വിധത്തിൽ ദുർവിനിയോഗം ചെയ്യുക, അവ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവയോട് പെരുമാറാൻ ഇടവരുന്ന ആ തെറ്റ് യഥാർത്ഥത്തിൽ ശക്തമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇടവരുന്ന ഗൗരവമായിട്ടുള്ള തെറ്റാണ് എന്ന ആ സത്യം ദൈവജനത്തെ ഓർമ്മിപ്പിക്കുകയാണ് യേശു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ എന്ന് കരുതുന്നത് യുക്തിസാഹസമായിട്ട് നമുക്ക് കരുതാം. പക്ഷെ യേശു ഈ തരത്തിലുള്ള ധീരമായ നിലപാടെടുത്തതിന് ശേഷം അത് ജീവിതത്തിൽ വളരെ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് ഇടവന്നു എന്ന് വരികിൽ തന്നെ യേശു ആ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവരുന്നില്ല. ചിലപ്പോ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനുള്ള പ്രതിബദ്ധത ജീവിതത്തിൽ ഉടനീളം കാണിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികള് അപ്രതീക്ഷിതമായിട്ട് തന്നെ ചില കർശന നിലപാടുകൾ ചില വിഷയങ്ങളിൽ എടുക്കേണ്ടി വന്നേക്കാം. വരും. അങ്ങനെ വരുമ്പോ എടുക്കാൻ തയ്യാറാകേണ്ടിയുണ്ട്. അതാണ് പ്രവാചക ദൗത്യം എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷം.